നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈയിടെയായിട്ട് നമ്മൾ ചാനലുകളിലും പത്രങ്ങളിലൊക്കെ ആയിട്ട് കാണുന്നൊരു വാർത്തയാണ്. ന്യൂ ജനറേഷനിൽ പെട്ട പല കുട്ടികളും നിസ്സാരമായ കാര്യങ്ങൾക്ക് പെട്ടെന്ന് വയലൻ്റ് ആവുകയും നിരവധി അക്രമ കാര്യങ്ങൾ ഉൾപ്പെടുകയും ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഈ കൊലപാതകങ്ങൾ, നിരവധി ആക്സിഡൻറ്റ്സ് അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കുന്നു. ഞാൻ പറയുന്നത് ന്യൂ ജനറേഷനിലെ മുഴുവൻ കുട്ടികളും എന്നല്ല, ഒരു വിഭാഗം കുട്ടികൾ അങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ ഇത്തരം പത്രവാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ വിഷ്വൽസ് കണ്ടുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുകയുണ്ടായി, ഒരു ഉമ്മയുടെ ഏക മകൻ ആ ഉമ്മയെ വെട്ടിക്കൊന്നു. ഇത് മാത്രമല്ല, അയൽവാസി 3 പേരെ വെട്ടിക്കൊന്നു. ഇതേപോലെ ഇപ്പോൾ തന്നെ ഗ്രീഷ്മ എന്ന ഒരു വിദ്യാർത്ഥിനി അവരുടെ വിദ്യാർത്ഥിയായ അവരുടെ കാമുകനെ കഷായത്തിൽ വിഷം കലർത്തി കൊന്നു. അതിനുശേഷം അവർ പിടിക്കപ്പെട്ടു. പിന്നീട് ഇപ്പോൾ അവർക്ക് വധശിക്ഷ കിട്ടി. അപ്പോൾ ഇവരൊക്കെ വളരെ ചെറിയ പ്രായമാണ്. അതേപോലെ ഒരു MBS MD ഒക്കെ കഴിഞ്ഞ ഒരു പെൺകുട്ടി കാമുകൻ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നു. ഇത് സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഒരു 8 കേസെങ്കിലും ഇതേ രീതിയിൽ നമ്മൾ കേട്ടും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂ ജനറേഷനിൽ ഇവരൊക്കെ തന്നെയും ഇതിൻ്റെയൊക്കെ പിന്നിൽ ശരിക്കും പറഞ്ഞാൽ 25 വയസ്സ് പോലും എത്താത്ത കുട്ടികളാണ് ഇതേപോലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത്. ഈ പല ആക്സിഡൻറ്റ്സ്, റോഡ് ആക്സിഡൻറ്റ്സ് ഒക്കെ നടക്കുമ്പോൾ പല ന്യൂ ജനറേഷനിൽപ്പെട്ട കുട്ടികൾ ഈ മയക്കുമരുന്നോ അല്ലെങ്കിൽ MDMA അടിച്ചിട്ടാണോ എന്നൊന്നും നമുക്കറിയില്ല, നിരവധി ആക്സിഡൻറ്റ്സിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. കാരണം മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സിനെ ഇവിടുന്ന് വന്നിട്ട് അപ്പുറം പോയി ഇടിക്കുക, അങ്ങനെയുള്ള പല ന്യൂസുകൾ നമ്മൾ കണ്ടിന്യൂസ്ലി കാണുകയാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള കാര്യം? വെറും നമുക്ക് ഒരു വശം ഈ മദ്യമോ അല്ലെങ്കിൽ മയക്കുമരുന്നിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും അത് മാത്രമാണോ? ഞാൻ പറയുന്നത് ഈ ന്യൂ ജനറേഷനിൽ വരുന്ന കുട്ടികളുടെ ക്ഷമയില്ലായ്മയ്ക്കും അസഹിഷ്ണുതയ്ക്കും ഒരു കാരണം വീട്ടുകാരാണോ എന്ന വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രീഷ്മ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ കാമുകനെ കൊന്നു എന്ന് പറയുമ്പോൾ പോലീസ് കേസ് പ്രകാരം അവരുടെ അമ്മാവൻ സഹായിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പാട്ടുവർ അതിലെ ശരികളും തെറ്റുകളൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതൊക്കെ തന്നെ വീട്ടുകാർക്കുള്ള പങ്ക് എന്തെന്ന് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഈ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ കേരള സംസ്ഥാനത്ത് 65%, നോട്ട് ദ പോയിന്റ്, 100-ൽ 65 പേര് ഇവിടെ കടമെടുത്താണ് ജീവിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഒന്ന്, അവർക്ക് വീടുണ്ടാക്കാൻ വേണ്ടി അവർ കടമെടുത്തു. 2, മകനെയും മകളെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കടമെടുത്തു. 3, അവരുടെ വിവാഹത്തിന്. ഇങ്ങനെയാണ് ഈ കടമൊക്കെ എടുക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഇത്രയും അടിച്ചു പൊളിച്ച് കല്യാണം നടത്തേണ്ട ആവശ്യമുണ്ടോ? സിമ്പിളായിട്ട് കല്യാണം നടത്തിയാൽ മതി. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിക്ക് 5 തരം ബാലൻസ് ആണ് ആവശ്യമുള്ളത്. അതായത് ഫിസിക്കൽ ബാലൻസ്, എഡ്യൂക്കേഷൻ ബാലൻസ്, ദാറ്റ് ഈസ് ഇൻ്റലക്ച്വൽ ബാലൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഫിനാൻഷ്യൽ ബാലൻസ്, അതേപോലെ സ്പിരിച്വൽ ബാലൻസ്. അതായത് നമുക്ക് ആരോഗ്യം, നല്ല മനസ്സ്, എന്ത് പ്രശ്നവും ഫേസ് ചെയ്യാനുള്ള മനസ്സ്, നല്ല വിദ്യാഭ്യാസം, അതോടൊപ്പം നല്ല ഫിനാൻഷ്യലി നമ്മൾ വളരെ സൗണ്ടാവുക, നല്ല സാമ്പത്തിക ശേഷി, അതോടൊപ്പം ആധ്യാത്മികമായ ചിന്തകൾ. ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഹെൽത്ത് ഉണ്ടെന്ന് പറയാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് കഴിഞ്ഞ തലമുറയെ അപേക്ഷിച്ച് അവർ കുറച്ചുകൂടെ ഫിസിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻ്റലക്ച്വൽ ബാലൻസ് അവർക്ക് കൂടുതലാണ്. പക്ഷേ കഴിഞ്ഞ തലമുറയ്ക്ക് ഉണ്ടായിരുന്ന മെൻ്റൽ ബാലൻസും അതേപോലെ, അതായത് എന്ത് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനുള്ളൊരു കഴിവ് അവർക്ക് കുറവാണ്. കാരണം അവർ പ്രശ്നങ്ങളിലൂടെ അല്ല കടന്നു പോകുന്നത്, അവർ കൂടുതൽ സാമ്പത്തികം ഇതൊക്കെ ഉള്ളവരായിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെയാണ് അവർ സ്പിരിച്വലി ഇൻക്ലൈൻഡ് അല്ല, കൂടുതൽ ഈശ്വരവിശ്വാസം എന്നുള്ളത് വളരെ പുറകോട്ടാണ് പോകുന്നത്. അത് ആധ്യാത്മിക ചിന്ത വളരെ കുറവാണ്. ഈയിടെയായിട്ട് വരുന്ന പല ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെയും പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കുട്ടികളിൽ സ്പിരിച്വൽ ബാലൻസും മെൻ്റൽ ബാലൻസിൻ്റെയും കുറവാണ്. അതുകൊണ്ടാണ് നിസ്സാരമായ കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങൾ ഇതെല്ലാം വരുന്നത്. ഞാനിത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വന്നൊരു ഫോൺ കോളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനിതിൽ പറയുന്നത്. അതായത് ഒരു അമ്മയുടെ വിഷമം ആ അമ്മ എന്നോട് പറഞ്ഞതാണ് കഥ. ഫോൺ നമ്പർ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ നമ്പറിലേക്ക് അവരൊരു ദിവസം വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് അമ്മയെ വിളിക്കുന്നത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങളുടെ ഒരു കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിൽ ഒരു വാക്ക് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് വാക്കാണ് പറഞ്ഞത്? അപ്പോൾ അതായത് ഞാൻ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ എന്ന് ഈ ചോദ്യകർത്താവ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു വ്യക്തമായൊരു ബേസ് ഉണ്ടാക്കിയതിന് ശേഷം വേണം ഈ സിനിമയിലേക്കൊക്കെ വരാൻ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാവർക്കും ഇതിൽ സിനിമയിലേക്ക് വരാൻ ഈസിയാണ്, പക്ഷേ അതിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസം കളയരുത്. അത് എപ്രകാരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് ഈ സ്ത്രീക്ക് കൊണ്ടത്. സംഭവം ഇതാണ്. നിങ്ങളിപ്പോൾ ഒരു 10 ഏക്കർ സ്ഥലം വാങ്ങിച്ചു അവിടെ കൃഷി ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ അവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത്, എന്നിട്ട് ഒരാളെ കൊണ്ടൊന്ന് കിളപ്പിച്ച് ആ ഭൂമി
കൃഷിക്ക് അനുയോജ്യമാക്കണം. അതിനുശേഷം കൃഷി ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങളൊരു 10 ഏക്കർ സ്ഥലം വാങ്ങിച്ച് പിറ്റേ ദിവസം തന്നെ നിങ്ങൾ അവിടെ വിത്ത് നട്ടെന്ന് വെച്ചിട്ട് അവിടെ കൃഷി വരില്ല. അതുപോലെ നിങ്ങൾ ഒരു വിദ്യാഭ്യാസം എന്നുള്ള സാധനം വെരി ഇമ്പോർട്ടൻ്റ് ആണെന്നും വിദ്യാഭ്യാസം കറക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ അതിനുശേഷം ഒന്നുകിൽ സിനിമയിലേക്ക് ഇറങ്ങുക, അതല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ ബാധിക്കാത്ത രീതിയിൽ മാത്രമേ പഠിക്കുന്ന കുട്ടികൾ സിനിമയിലേക്ക് വരാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം സിനിമ ഉണ്ടാവില്ല, വിദ്യാഭ്യാസം ഉണ്ടാവില്ല. കാരണം ഒരു ജോലിക്ക് പോകുമ്പോൾ ആളുകൾ ചോദിക്കുക നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്നുള്ളത്. അല്ലാതെ നിങ്ങളിപ്പോൾ എത്ര ആൽബത്തിൽ അഭിനയിച്ചു, എത്ര ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു ഒന്നും ആരും ചോദിക്കില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമകളിൽ എക്സ്ട്രാ ആർട്ടിസ്റ്റായിട്ട് പോയോ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയെന്നൊന്നും അല്ല ആളുകൾ ചോദിക്കുക. അതൊക്കെ ഒരു തലത്തിലെത്തിയ വലിയ ആളുകൾക്കൊക്കെ സിനിമയുടെ ഗുണമുണ്ടെന്നല്ലാതെ ചെറിയ ആളുകൾക്കൊന്നും അതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. അതുകൊണ്ട് അവനോട് വിദ്യാഭ്യാസം കളയരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇത് കേട്ടപ്പോൾ ഈ സ്ത്രീക്ക് ശരിക്കും കരച്ചിൽ വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് വേദന തോന്നാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു മകനുണ്ട്, ഇവർക്കൊരു മകനും മകളും ഉണ്ട്. അപ്പോൾ ഈ മകൻ എന്ന് പറയുന്ന ഒരു 25 വയസ്സ്, ഒരു മോൾക്ക് ഒരു 24 വയസ്സാണെന്ന് വിചാരിച്ചു. അപ്പം മകൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ട് അതായത് ഭർത്താവൊക്കെ ചെറുപ്പത്തിലേ മരിച്ചു. ഈ സ്ത്രീ എന്താ വെച്ചാൽ 2-3 വീടുകളിൽ ഈ പാത്രം കഴുകി, അങ്ങനെ വിദ്യാഭ്യാസമൊന്നുമില്ല, അപ്പം പാത്രമൊക്കെ കഴുകി അങ്ങനെ അവിടുന്ന് കിട്ടുന്ന ആ വീട് പണി എടുത്ത് കിട്ടുന്ന പൈസയ്ക്കാണ് ഈ മകനെയും മകളെ ഈ സ്ത്രീ വളരെ കഷ്ടപ്പെട്ട് ഒരു വിഷമം അറിയിക്കാത്ത രീതിയിൽ വളർത്തിയെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഈ മകൻ എന്ത് ചെയ്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ ഇവൻ കടുത്ത സിനിമാ ഭ്രാന്ത് കൂടി എവിടെ ഷൂട്ട് നടക്കുന്നുണ്ടോ ഇങ്ങനെ അവിടെ പോയി തിരിഞ്ഞ് കളിക്കുകയും അവസാനം ഇവൻ അവിടെ ഇവിടെയൊക്കെ ഒരു എക്സ്ട്രാ ആർട്ടിസ്റ്റായിട്ട് ഇവൻ പോവുകയാണ്. അതിനുശേഷം ഇവൻ അമ്മയോട് പറയുന്ന ഇവൻ ഭാവിയിലൊരു സൂപ്പർ സ്റ്റാർ ആകുമെന്നും ഭാവിയിലൊരു സൂപ്പർ സംവിധായകനാവും എന്നൊക്കെ ഇവൻ പറയുന്നു. അതിനുശേഷം ഇങ്ങേര് +2 ഒക്കെ വളരെ മാന്യമായിട്ട് തോറ്റു. പിന്നെ വിദ്യാഭ്യാസത്തിനൊന്നും വകയില്ല. ഇവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പല സിനിമകളിലും തിരിഞ്ഞ് കളിച്ച് 40-50 ദിവസമൊക്കെ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. പക്ഷേ ഇവൻ തിരിച്ച് അത് കഴിഞ്ഞിട്ട് ഇവൻ വന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിർമ്മാതാവ് കാര്യമായിട്ട് പൈസ തന്നില്ല, 1000 ഉറുപ്പ്യേ തന്നുള്ളൂ, അതുകൊണ്ട് എനിക്കൊന്നും ആയില്ല, എന്നിട്ട് അമ്മേൻ്റേത് കടം വാങ്ങും. ഇങ്ങനെ 25 വയസ്സുള്ള ഇവൻ എപ്പോഴും സ്വപ്നലോകത്ത് ജീവിക്കുകയും ഇന്നും ഭക്ഷണം കഴിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളിലും മൊബൈൽ റീചാർജ് ചെയ്യുന്നതൊക്കെ അമ്മേൻ്റെ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക്. ഇതാണ് ഈ സ്ത്രീയുടെ മകൻ. ഈ മകളെന്ന് പറയുന്ന വ്യക്തിയെ ഈ സ്ത്രീ കുറച്ചും കൂടെ കുരുത്തമുണ്ട്, അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ ഒരു ജോലി പ്രൈവറ്റ് ഫേമിൽ ചെയ്യുന്നുണ്ട്, 15,000 രൂപ ശമ്പളം ഉണ്ട് അത്രയും. പക്ഷേ ഈ മകൾ 1 രൂപ പോലും അമ്മയ്ക്ക് കൊടുക്കാറില്ല. ഇന്നും ഈ അമ്മ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ രാവിലെ തന്നെ എഴുന്നേറ്റ് മോൾക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി കൊടുക്കും. എന്നിട്ട് അവിടെ ബസ്സിന് പോകാനോ ഓട്ടോയ്ക്ക് പോകാനുള്ള പൈസ അടക്കം ഈ അമ്മേൻ്റെ പൈസയിൽ നിന്ന് കൊടുക്കും. മോളാണെങ്കിൽ ഒന്നും കൊടുക്കില്ല. മോൾ അമ്മയോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ കല്യാണ സമയത്ത് അമ്മ ഒന്നും ബാക്കി വെച്ചിട്ടില്ല, അപ്പോൾ ഈ കിട്ടുന്ന പൈസയെല്ലാം ഞാൻ സേവിങ് ചെയ്യാണ്, എൻ്റെ കല്യാണ സമയത്തേക്ക് ആവശ്യമുണ്ട്, നിങ്ങൾക്കൊന്നും ഞാൻ തരൂല എന്നാണ് പറയുന്നത്. ഈ 25 വയസ്സുള്ള മോനാണ് ഈ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത സിനിമ എനിക്ക് വേറൊരു ഷൂട്ടുണ്ട്, അപ്പോൾ ആ ഷൂട്ട് വരെ എനിക്കൊന്ന് ഇവിടെ തിരിഞ്ഞ് കളിക്കാൻ എന്നിട്ട് ഈ മോനും തിരിഞ്ഞ് കളിക്കും, ഒരു പണിക്ക് ഇവർ പോലുമില്ല. അപ്പോൾ എന്നോട് പറയുന്നത് നിങ്ങൾ ഈ മക്കളെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ അമ്മയോട് പറയുന്നത് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഈ മക്കളെ ചെറുപ്പത്തിൽ വളർത്തിയത്? അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ കടമെടുത്തിട്ടാലും വളരെ കഷ്ടപ്പെട്ടു ഈ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് അവിടെ ഉണ്ട്, നമുക്ക് കടം എടുത്തിട്ടാണ്. ഈ സ്ത്രീക്ക് വലിയ സുഖമില്ല. ഫോൺ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യം, ഈ മകൻ അമ്മയോട് ഒരു 2 വീലർ വാങ്ങിക്കൊടുക്കാൻ പറയുന്നു. അപ്പോൾ അമ്മ പറയണേടാ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ വളരെ കഷ്ടപ്പെട്ട് ഈ വീട്ടുപണി എടുത്ത് കിട്ടുന്ന പൈസ കുറച്ചൊക്കെ സേവ് ചെയ്തിട്ട് മകൻ ഒരു സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചു കൊടുക്കാൻ പോയപ്പോൾ മകൻ പറഞ്ഞു അത് പറ്റൂല, എൻ്റെ കൂട്ടുകാരുടെ കയ്യിലൊക്കെ ഇങ്ങനത്തെ ഭയങ്കര വില കൂടിയ 2 വീലറാണ് വാങ്ങിച്ചു കൊടുക്കാൻ പറയുന്നത്. ഇതൊന്നും മോനൊരു 2 വീലറായിട്ടേ കണക്കാക്കിയില്ല, ഈ സ്ത്രീ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രശ്നത്തിൽ മകനും അമ്മയും തമ്മിൽ തെറ്റുകയും മകൻ പറയാണ് തള്ളേ നിങ്ങൾ ചത്തു പോകുമ്പോൾ ഈ പൈസയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീ വിഷമത്തോടെ പറയുകയാണ് ഞാൻ വളരെ കഷ്ടപ്പെട്ട മക്കളെ വളർത്തിയത്, പക്ഷെ അതൊന്നും പരമാവധി മക്കളെ അറിയിക്കാതെ വേദനിപ്പിക്കാതെ ഞാൻ കൊണ്ടുപോയി. ഇപ്പോഴും ഞാൻ ആ 2 വീലർ വാങ്ങിച്ചു കൊടുക്കാൻ റെഡിയാണ്, പക്ഷെ അത്രയ്ക്കുള്ള ഇപ്പം പറയുന്ന പോലത്തെ ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കാൻ ഞാനൊരു കോടീശ്വരി ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എൻ്റെ മകനെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ കാര്യത്തിൽ നിങ്ങളുടെ മകനെയോ നിങ്ങളുടെ മകളെയോ ഞാൻ ഉപദേശിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഒന്നാമത് നമ്മളിപ്പോൾ ഒരു ന്യൂ ജനറേഷനിലൊക്കെ ഉള്ള ഒരു കുട്ടിയെ നമ്മൾ ഉപദേശിക്കുകയാണെങ്കിൽ അവരെന്താ പറയുക, നമ്മൾ 90s കിഡ്സെന്നോ അല്ലെങ്കിൽ പറയും അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ സദാചാര പോലീസ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിയുന്ന ഒരാളെ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഒരാളെ ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ മക്കൾ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ ആ സ്ത്രീക്ക് മനസ്സിലാകുന്നില്ല ഇതിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു. നിങ്ങൾ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് അവിടുന്ന് ഇവിടുന്ന് കടം വാങ്ങി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും പല കാര്യങ്ങളും ചെയ്തു. എന്തിനു ചെയ്തു? കുട്ടികളോട് പറയണം വീട്ടിൽ ദാരിദ്ര്യമാണെങ്കിൽ ദാരിദ്ര്യമാണെന്ന് പറയണം.
ആ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. പിന്നെ സ്ത്രീ എന്നോട് പറയുകയുണ്ടായി, ഈ മോളെ കേസിലായാലും മോൾക്ക് ഡിഗ്രിക്ക് എവിടെയോ ഒന്ന് മെറിറ്റിൽ ഒരു സ്ഥലത്ത് കിട്ടുകയാണ്. പക്ഷേ മോള് പറഞ്ഞു അവിടെ വേണ്ട, അവളെ കൂട്ടുകാരികൾ പഠിക്കുന്ന കോളേജ് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമ്മ വേറെ കോളേജിൽ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടാണ് സ്ത്രീ കുട്ടിയെ ഈ മോളെ മുമ്പ് പഠിപ്പിച്ചത്. അപ്പം ഞാൻ ചോദിക്കുന്ന അവിടെയൊക്കെ മക്കളെ ഓവറായി പുന്നരിക്കുന്നതാണ് ഇത്ര പ്രശ്നം. നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ കൃത്യമായി മക്കളോട് പറയാതെ ഓവർ പുന്നരിച്ചും നിങ്ങൾ കടം വാങ്ങി ഒരു വേദന അറിയിപ്പിക്കാതെ മക്കളെ കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മക്കൾക്ക് അതിൻ്റെ വില മനസ്സിലാവുന്നില്ല. ഇപ്പം തന്നെ ഈ സ്ത്രീ എന്നോട് പറയുന്നത് വെച്ചാൽ 25 വയസ്സുള്ള ഒരു മോളാണെങ്കിൽ ഈ സ്ത്രീ രാവിലെ എഴുന്നേറ്റിട്ട് വേണം ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കൊടുക്കാൻ. ഞാൻ ചോദിക്കുന്നത് 25 വയസ്സുള്ള ഒരു മോക്ക് അവൾക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണം അവൾക്ക് ഉണ്ടാക്കിക്കൂടെ? അപ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന വ്യക്തി മക്കളെ ഓവറായി കൊഞ്ചിച്ച് ഇങ്ങനെ ആക്കിയെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ പറഞ്ഞ മക്കൾ തലഞ്ഞ് പോകുന്നതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. മുമ്പ് +2 പഠിക്കുന്ന കാലത്ത് നിങ്ങളുടെ മകൻ സ്കൂളിലോ അവിടെ പോകാതെ ഓരോ കണ്ട സിനിമാ സെറ്റുകളിൽ പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ മകനൊക്കെ തലയും വല്ലാണ്ടായത്. അതുകൊണ്ട് നാളെ ഇനിയിപ്പോൾ ഇവരെയൊക്കെ കല്യാണം വന്നു കഴിഞ്ഞാൽ ഇതെന്താണ് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത്? വീണ്ടും വീണ്ടും നിങ്ങൾ പ്രശ്നങ്ങളിലേക്ക് അല്ല. എന്നോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ആ മോളേക്ക് കല്യാണിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു 30-32 വയസ്സിലൊക്കെ ആ മോളേക്ക് കെട്ടിച്ചു കൊടുത്താൽ ഇത് എന്തിപ്പോൾ തിരക്കൂട്ടി കെട്ടിച്ചു കൊടുത്തിട്ട് എന്താണ്? സാധാരണ എന്തിനും സംഭവിക്കുക എന്താണ്? മകൻ്റെയും മോളെയും കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത ഈ മകൻ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അവരധികം വൈകാതെ ആ വീട് പാർട്ടീഷൻ ചെയ്യുക. ആകെയുള്ളത് 5 സെൻറ്റ് ഒരു കുഞ്ഞു വീടുമാണ്. അപ്പോൾ അവരത് പാർട്ടീഷൻ ചെയ്തെടുക്കും. ഈ അമ്മ തെരുവിലും കിടക്കേണ്ടി വരും. അതേ നടക്കാനുള്ളൂ. കാരണം 15 രൂപ ശമ്പളമുള്ള മോൾക്ക് ഒരു 5 രൂപ പോലും അമ്മയ്ക്ക് കൊടുക്കുന്നില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ശരിയാണ്, ഇതൊക്കെ അമ്മയുടെ പെർസെപ്ഷനാണ്. മക്കളെ കാര്യം എന്താ നിൽക്കാറില്ല. മക്കളോട് ചോദിച്ചാലേ എന്താ സംഭവം നിൽക്കുക അറിയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ശരിയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു മോളെ കല്യാണം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നാളെ മോള് ഗർഭിണിയായി തിരിച്ചു വരുന്നു. അവിടെയൊക്കെ ഈ അമ്മയ്ക്ക് പിന്നെ ചെലവിലകളിലേക്കാണ് പോകുന്നത്. ഈ സ്ത്രീക്കാണ് അതിന് മാത്രമുള്ള വരുമാനമില്ല, കാര്യമായിട്ടുള്ള കുറച്ച് അത്യാവശ്യം അസുഖങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓവർ പുന്നരിച്ചതിൻ്റെ കുഴപ്പമാണിത്. അല്ലെങ്കിൽ അമ്മയുടെ വിഷമങ്ങളൊന്നും മക്കൾക്ക് മനസ്സിലാവുന്നേ ഇല്ല. അതുകൊണ്ടാണല്ലോ തള്ളേ നിങ്ങൾ ചത്തുമ്പോൾ കൊണ്ടുപോകുന്നൊക്കെ ആ മോൻ ചോദിക്കുന്നത്. അതുകൊണ്ടല്ലേ. അതുകൊണ്ട് ഇനിയും അങ്ങോട്ട് മക്കളെ അല്ല ഉപദേശിക്കേണ്ടത്, നിങ്ങളെയാണ് ഉപദേശിക്കേണ്ടത്. ഇനി രാവിലെ 8 മണിക്ക് മകൾ അമ്മേ ചോറായോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സുഖമില്ല മക്കളെ, ഞാൻ 1 മാസം വീട്ടുപണിക്ക് പോകുന്നില്ല എന്നൊന്ന് പറഞ്ഞേക്കും. 1 മാസം നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കും. എന്താ അവിടെ സംഭവിക്കാൻ നോക്കാലോ. അപ്പോൾ ഈ മകൾ തന്നെ പോയിട്ട് അടുക്കള പണി ചെയ്യേണ്ടി വരും വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരും. അതേപോലെ വണ്ടിക്കൂലി ഒന്നും ഇനി അമ്മ എന്തിനാ കൊടുക്കാൻ നിൽക്കുന്നത്? അമ്മയ്ക്ക് 1 രൂപ പോലും മോള് കൊടുക്കുന്നില്ല. മക്കൾ ഇങ്ങോട്ട് ഓവറായിട്ട് കണക്ക് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും പറയാലോ. നമ്മളോട് ഇങ്ങോട്ട് എങ്ങനെയാണ് അതുപോലെയല്ലേ അങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾ അടിയന്തരമായി 1 മാസം നിങ്ങൾ ജോലിക്ക് പോകരുത്, വീട്ടുപണികൾക്ക് പോകരുത്. അപ്പോൾ എന്നിട്ട് നിങ്ങൾ മോനോടും മോളോടും പറയാം എൻ്റെ കയ്യിൽ പൈസയില്ല, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തു, എൻ്റെ കാര്യം വിട്ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറും സിനിമ പ്രാന്ത് കൊണ്ട് നടന്ന് എവിടെ പോയാലും 5 ദിവസത്തെ കൊണ്ട് തിരിച്ചും കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള മകൻ ഉച്ചയ്ക്ക് അമ്മയെ ചോറായെന്ന് ചോദിക്കുമ്പോൾ മോനെ എവിടെ ഇതില്ല, നീ എന്തെങ്കിലും അരിയൊക്കെ വാങ്ങിച്ചു തന്നാൽ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് മകനോട് പറ. അപ്പം മകൻ എന്ത് ചെയ്യുന്നു? അപ്പം മോൻ വല്ല കൂലിപ്പണിക്കോ എന്തെങ്കിലും പരിപാടികൾക്ക് പോകേണ്ടി വരും. കാരണം വിദ്യാഭ്യാസം വെച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരും. അല്ലാതെ ഇത് മറ്റേ സംവിധായകൻ്റെ പുതിയ പടം തുടങ്ങാണ്ട് അവിടുത്തെ 24 അസിസ്റ്റൻറ്റുമാരിൽ ഒരാൾ ഞാനാണ്, ഞാൻ ഭാവിയിൽ സൂപ്പർ സംവിധായകനാണെന്ന് പറഞ്ഞ് ഇങ്ങനെ വെറും എയറിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി അവനവൻ്റെ ലൈഫ് തുളയ്ക്കേണ്ട ആവശ്യമില്ല. മകളായാലും ആ രീതിയിൽ പോയാൽ മതി. അവളെ മാരേജിനെ കുറിച്ചൊന്നും ആലോചിച്ച് അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട. അതിപ്പോൾ അയ്യോ മോനെ എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പറ്റിയാലും ഒരു പ്രശ്നം വരാനില്ല. ആ മോളേക്ക് കല്യാണം കൃത്യമായിട്ട് നടന്നിരിക്കും. അത് അമ്മ ഉണ്ടെങ്കിലും നടന്നിരിക്കും, അതിൻ്റെ സമയത്ത് അത് നടന്നിരിക്കും. അതൊന്നും ആലോചിച്ച് അമ്മ ടെൻഷൻ അടിക്കേണ്ട. അമ്മേൻ്റെ കാര്യം നോക്കുന്നത് നന്നാവും. നാളെ സുഖമില്ലാതെ ഒരു ഡോക്ടറെ അടുത്ത് പോയി അവിടെ കൊടുക്കാനുള്ള 5 പൈസ നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾ വല്ല സേവിങ്സ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. മക്കളെ ഒരു ദുഃഖമോ അറിയിക്കാതെ വളർത്തിയ അച്ഛനമ്മമാരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. ഇപ്പോൾ ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് മാക്സിമം 22 വയസ്സ് വരെ നമ്മളൊരു കുട്ടിയെ പഠിപ്പിച്ചു, ആണായാലും പെണ്ണായാലും. അതിനുശേഷം അവരൊരു ജോലി എടുത്ത് അവർ ജീവിക്കട്ടെ. അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ തന്നെ ഒരു ജോലി എടുത്ത് ജീവിക്കട്ടെ. ആ രീതിയിൽ മതി. അല്ലാണ്ട് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ മക്കളെ നോക്കിക്കാൻ പറ്റുമോ? അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ അനാവശ്യമായിട്ട് സ്വാശ്രയ കോളേജ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും ചെല്ലണ്ട. ഇവിടെ പലർക്കും മക്കളെ ഡോക്ടറാക്കിയേ പറ്റും, എഞ്ചിനീയർ ആക്കിയേ പറ്റും എന്നൊക്കെ പറയുമ്പോഴാണ് അവിടുന്ന് ഇവിടുന്നൊക്കെ വായ്പ എടുത്തിട്ട് വാങ്ങേണ്ടി വരുന്നത്. അപ്പോൾ ഈ ന്യൂ ജനറേഷനിലെ നമ്മുടെ വിഷയം ഇതായിരുന്നു. പല കുട്ടികൾക്ക് ഓവറായിട്ടുള്ള ക്രൈം ചെയ്യാനുള്ള പ്രവണത, ക്ഷമയില്ലായ്മ, ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം അവരുടെ അച്ഛനും അമ്മയ്ക്കും വലിയൊരു പങ്കുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം മക്കളെ കൊഞ്ചിച്ച് വഷളാക്കി, ഇതാണ് സംഭവം. അത്യാവശ്യം ഡിസിപ്ലിൻഡായി വളർത്തിയ ഒരു മോനും മോളും ഇന്നേ വരെ നശിച്ചായിട്ട് ഞാൻ കണ്ടില്ല. ഇത് തലയും അല്ലാതെ അല്ലെങ്കിൽ
അവർ ബോധപൂർവ്വം അങ്ങനെ പറഞ്ഞിട്ടല്ല, പക്ഷെ അറിഞ്ഞോ അറിയാതെയോ മക്കളെ, ഒരു മോനായാലും മകളായാലും ഒന്നുകിൽ പ്രൊഫഷണലായിട്ടുള്ള കോഴ്സുകൾ പഠിപ്പിക്കുക. അത് മെറിറ്റിൽ കിട്ടണം. മെറിറ്റ് കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് എന്താണോ ആ സാധാരണമായ കോളേജിൽ പോയാൽ മതി. എല്ലാ കുട്ടികളും ഇംഗ്ലീഷ് മീഡിയം തന്നെ പഠിപ്പിക്കണമെന്നതിനാണ് വാശി പിടിക്കുന്നത്. സാധാരണ സ്കൂളിൽ പഠിപ്പിച്ചാലാവില്ലേ? ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ സ്കൂളിലും വലിയ കോടീശ്വരന്മാരെ കൂടെയൊക്കെയാണ് മക്കളെയൊക്കെ വിടുന്നത്. അതൊരു തെറ്റൊന്നല്ല. അവർ വലിയ വലിയ ടൂ വീലറും വലിയ കാറൊക്കെ കൊണ്ടു കിടക്കുമ്പോൾ നിങ്ങളെ വിഡ്ഢികളായ മക്കൾ ഞങ്ങൾക്കും അതേപോലത്തെ കാറ് വേണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ അടി കൂടാൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ എന്തുകൊണ്ട് മക്കളെ സാധാരണമായ സ്കൂളിൽ വിടുന്നില്ല? അപ്പോൾ ഓവർ പൊങ്ങച്ചവും ഓവർ അഹങ്കാരവും ഒക്കെ നിങ്ങൾ പഠിപ്പിച്ചത് നിങ്ങളാണ്. ഓവറായി മക്കൾക്ക് പണം കൊടുത്ത് അവർ ലഹരിക്ക് അടിമയായിട്ടുണ്ടെങ്കിൽ ഒരു ഉത്തരവാദിത്വം നിങ്ങളാണ്. അവരുടെ കൂട്ടുകാരെക്കുറിച്ച് ചിന്തിക്കാതെ അവർ സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ സ്കൂളിലാണോ പോകുന്നത്, കോളേജിലാണോ പോകുന്നതൊന്നും നോക്കാതെ അവർ തലതിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം 50% അവരുടെ അച്ഛനമ്മമാർക്കാണ്. സോ അച്ഛനമ്മമാർ ഇനിയെങ്കിലും കുറച്ചുകൂടെ ബോധമുള്ളവരാവുക. അങ്ങനെ മാത്രമേ ന്യൂ ജനറേഷനെ കുറച്ചുകൂടിയൊക്കെ നിങ്ങളുടെ അണ്ടറിൽ ആക്കാൻ പറ്റൂ. പിന്നെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ വേണമെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ശരിക്കും കുറച്ചും കൂടി സ്ട്രോങ് ആയാൽ നടക്കും. ഇപ്പോൾ മോശം നല്ല കേട്ടോ ഞാൻ പറയുന്നത്. കാരണം ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ലഹരി ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് എന്താണ്? ഈ ലഹരി വിതരണം ചെയ്യുന്ന ടീമിനെക്കുറിച്ച് ഓരോ സ്കൂളും ഓരോ കോളേജും കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന ഏജന്റുമാരെക്കുറിച്ച് കൃത്യമായ ധാരണ പോലീസിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അതൊക്കെ ശരിക്കും ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് അവർക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അവരെ ഫസ്റ്റ് തന്നെ, ഇതിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നൊക്കെയാണ് അധികം ഈ കഞ്ചാവൊക്കെ വരുന്നത്, MDMA വരുന്നത്. അപ്പോൾ അത് എവിടെ നിന്ന് വരുന്നു എന്നിട്ട് അതിൻ്റെ റൂട്ട് കോസ് പിടിക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏതെങ്കിലും പ്രമുഖ നേതാവ്, പ്രമുഖ ആൾ കുടുങ്ങിപ്പോയെങ്കിൽ അപ്പോൾ പിന്നെ കേസൊന്നും എവിടെ ഉണ്ടാവില്ല. നമുക്ക് മുഖം നോക്കാതെ നടപടി എടുക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഇനി അതല്ല, നമ്മൾ കൂടുതലായി അന്വേഷിച്ച് വരുമ്പോൾ അവയവ മാഫിയ, കൂടുതലായി അന്വേഷിച്ച് വരുമ്പോൾ ഒരു പ്രമുഖം കൊടുക്കും, സ്വർണ്ണ മാഫിയ, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് എവിടെ അന്വേഷിച്ചാൽ അവസാനിക്കുക വലിയ പ്രമുഖനായിരിക്കും. അപ്പോൾ വലിയ പ്രമുഖനാകുമ്പോൾ ഈ കേസ് അവിടെ വെച്ച് നിൽക്കും. ഇങ്ങനെ വരുമ്പോൾ ഇതെല്ലാം തുടരുകയുള്ളൂ. കേരള സംസ്ഥാനത്ത് ന്യൂ ജനറേഷൻ കൂടുതലായി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പോലീസിന് ഇടപെട്ടാൽ വേണമെങ്കിൽ ഈ പ്രശ്നം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ദിവസം ഒരു കിടിലൻ സബ്ജക്റ്റുമായി സന്തോഷ് പണ്ഡിറ്റ് ഷോ കാണാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.